ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അൺസർട്ടനിറ്റീസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കായ HDFC ബാങ്കിൻ്റെ മികച്ച പെർഫോമൻസോടുകൂടി ഇന്ന് നിഫ്റ്റി 0.57% ഉയർന്ന് 23,155 ക്ലോസിംഗ് നൽകി. മിഡ് ക്യാപ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഓവറാൾ മാർക്കറ്റിൻ്റെ ട്രെൻഡും നെഗറ്റീവാണ്. ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സ് 1.3% ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 1.6% ഇടിഞ്ഞു. മാർക്കറ്റ് ബ്രെഡ്ത്ത് നമ്മൾ പരിശോധിച്ചാൽ 2,802 സ്റ്റോക്കുകൾ ഡിക്ലൈൻ സൈഡിലും 1,142 സ്റ്റോക്കുകൾ അഡ്വാൻസ് സൈഡിലുമാണ്. അതായത് മെജോറിറ്റി സ്റ്റോക്കുകളെല്ലാം ഡിക്ലൈൻ സൈഡിലാണ് ഇന്ന് ക്ലോസിംഗ് നൽകിയത്. ഇന്ന് IT സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇൻഫോസിസ് 3.2%, TCSൽ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റവും കാണാൻ സാധിച്ചു. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചില നയങ്ങൾ പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം വന്നത്. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലാണ്. ഇതുവരെ 58,000 കോടി രൂപയുടെ ഷെയറുകളാണ് FIS ഓഫ്ലോഡ് ചെയ്തത്. ഇന്ന് HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചു. നാളെ FMCG സെക്ടറിലെ HULൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരികയാണ്. FMCG അല്ലെങ്കിൽ കൺസപ്ഷൻ സെഗ്മെൻറ്റിലെ സെൻറ്റിമെൻറ്റ് നമ്മൾക്ക് HULൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം HDFC ബാങ്ക് 1.8% വർദ്ധിച്ച് 1,671 ക്ലോസിംഗ് നൽകി. 12.73 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 18.44, ഡിവിഡൻഡ് യിൽഡ് 1.17%. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ബാങ്കിൻ്റെ സ്റ്റാൻഡ് ലോൺ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 2.2% വർദ്ധിച്ച് 16,736 കോടിയായി മാറി. മാർക്കറ്റ് 16,680 കോടി രൂപയുടെ സ്റ്റാൻഡ് ലോൺ നെറ്റ് പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ 8% വർദ്ധിച്ച് 30,690 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റിലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും സ്റ്റഡി ഗ്രോത്താണ് കാണുന്നത്. അതേസമയം NPA ഉയർന്നത് ഒരു പ്രധാന കൺസേണായി മാറുകയും ചെയ്തു. HDFC ബാങ്കിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റ് 31,012 കോടിയിൽ നിന്നും 36,019 കോടിയിലേക്ക് ഉയരുകയും ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് റേഷ്യോ 1.26% നിന്നും 1.42% ഉയരുകയും ചെയ്തു. ബാങ്കിൻ്റെ നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് റേഷ്യോ 51% ഉയർന്നു 0.31% നിന്നും 0.46% ഉയർന്നിരിക്കുന്നത്. അതേസമയം ബാങ്കിൻ്റെ പ്രൊവിഷൻ എമൗണ്ട് 4,217 കോടിയിൽ നിന്നും 3,184 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഡെപ്പോസിറ്റിൽ 15% വളർച്ച കൈവരിക്കാൻ ബാങ്കിന് സാധിച്ചു. 25.2 ലക്ഷം കോടിയിൽ നിന്നും 25.6 ലക്ഷം കോടിയിലേക്ക് ടോട്ടൽ ഡെപ്പോസിറ്റ് ഉയരുകയും ചെയ്തു. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ ബ്രോക്കേഴ്സ് സ്റ്റോക്കിന് നൽകുന്ന ടാർഗറ്റും ബ്രോക്കേഴ്സിൻ്റെ ഒപ്പീനിയനും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം ബോട്ടം ലെവലിൽ നിന്നുള്ള ഒരു ബൈയിങ് ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1,560 പ്രധാന സപ്പോർട്ടും 1,800 പ്രധാന റെസിസ്റ്റൻസുമാണ്. ഇതേ റേഞ്ചിനിടയിലുള്ള ഒരു മൂവ്മെൻറ്റ് വേണം HDFC ബാങ്ക് പോലുള്ള സ്റ്റോക്കുകളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ. കൂടാതെ HDFC ബാങ്കിൻ്റെ റീസെൻറ്റ് നേച്ചർ നമ്മൾ പരിശോധിച്ചാൽ ബാങ്ക് ഏറെക്കുറെ ഡിഫെൻസീവ് നേച്ചറിലേക്ക് മാറുന്നതായിട്ടും കാണാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.